ബിസിനസ്സും നിയമവും രണ്ടുപേരുടെയും തിരക്കിനിടയിൽ കുടുംബജീവിതത്തിന് സമയം കിട്ടാറുണ്ടോ? പ്രത്യേകിച്ച് ഒന്നിനും സമയം കിട്ടാത്ത ഈ ലോകത്ത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ രണ്ടാം സ്ഥാനമോ. ആദ്യ പ്രിഫറൻസ് കൊടുക്കുന്നത് കുടുംബജീവിതത്തിന് തന്നെയാ. അതുകൊണ്ടാ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നും അതിലൂടെ ഞങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാവണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചത്. ജീവിതത്തിൽ പണം മാത്രം പോരല്ലോ സർ, അതനുഭവിക്കാനുള്ള ആൾ കൂടി വേണ്ടേ? നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. എന്നിരുന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഈ സ്ഥാനം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അത് വേണം സർ. പരസ്പരം ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷമേ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വാല്യൂ ഉള്ളൂന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വരുമ്പോൾ കുട്ടിയുടെ സുരക്ഷിതത്വവും മികച്ച ഭാവിയും മുൻനിർത്തി നിയമപരമായും മാനസികമായും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഒരു പുതിയ സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ കുട്ടിക്കുണ്ടാവാനിടയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി നമ്മൾ കാണേണ്ടി വരും. കുട്ടിയെ പെട്ടെന്നൊരു ദിവസം പുതിയ ആളുകൾക്കൊപ്പം ഞങ്ങൾ വിട്ടയക്കാറില്ല. പകരം ദത്തെടുക്കുന്നവരുമായി കുട്ടിക്ക് ഇടപഴകാൻ 1-2 അവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും. ഈ മാച്ചിങ് പ്രോസസ്സിൽ മനസ്സിലാക്കാം ഈ കുട്ടി നിങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെട്ട് ജീവിക്കുമെന്ന്. അതിന് നിങ്ങൾ രണ്ടുപേരും സമയം കണ്ടെത്തേണ്ടി വരും. തീർച്ചയായും ആ ഒരു കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വീകാര്യമാ. കുട്ടികളെ ഒന്ന് കാണിക്കാമോ? തീർച്ചയായും. ഇവരെ നമ്മളെ കുട്ടികളെ ഒന്ന് കാണിക്കേ. ഏത് കുട്ടിയാ വേണ്ടതെന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയിപ്പിക്കണ്ട. ശരി സർ, വരൂ. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാർ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് കുറച്ച് മുതിർന്ന കുട്ടികളെ ആയിരിക്കും. അതെ, ഒരു 3 വയസ്സ് മുതൽ 4-5 വയസ്സ് വരെയുള്ള കുട്ടികൾ. സർ, ഞങ്ങൾക്ക് വേണ്ടത് എന്റെയും മൂർത്തിയുടെയും മാത്രം കുഞ്ഞായി വളരുന്ന ഒരു കുഞ്ഞിനെയാ. ഒരമ്മയുടെ സ്നേഹവും ഒരച്ഛന്റെ സ്നേഹവും ഓർമ്മ വെച്ച് വരുമ്പോ തന്നെ ആ കുഞ്ഞിനെ കിട്ടണം. അമ്മയുടെ മുഖമായി എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ എന്റെ മുഖം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതെന്റെ സ്വാർത്ഥതയായിരിക്കാം, എന്നാലും വേണ്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ മതി. അതായത് ഒരു കൈക്കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് ആവശ്യം അല്ലേ? അതെ സർ. ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊണ്ടുപോകുന്നവർ നല്ലൊരു അച്ഛനും അമ്മയും ആയിരിക്കുമോ എന്ന് ഞങ്ങൾ നോക്കാറുണ്ട്. അഡ്വക്കേറ്റ് അരുണയുടെ കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട. അരുണ ഏത് കുട്ടിക്കും നല്ലൊരമ്മയായിരിക്കും. അതുപോലെ തന്നെ കൃഷ്ണമൂർത്തി നല്ലൊരു അച്ഛനും. ഇന്നലെ അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ ആ കുട്ടിയില്ലേ, ആ കുട്ടിയെ കൊണ്ടുവരൂ. ശരി സർ. നിങ്ങളൊരു നല്ല ഫാമിലിയിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും കളക്ടർ മാഡം വിളിച്ചു പറഞ്ഞ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടും എന്റെ സ്വന്തം താല്പര്യത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഞാൻ ചെയ്തു തരാം. ആ കുട്ടി ഒന്ന് കണ്ടു നോക്കൂ.